നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യക്കെതിരെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് പ്രതിഷേധ അഗ്നി സംഘടിപ്പിച്ചു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി പ്രതിഷേധ അഗ്നി ജ്വലിപ്പിച്ചു. ബംഗ്ലാദേശിലെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ട്രഷറർ ജ്യോതീന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വിവിധ ഹൈന്ദവ നേതാക്കൾ സംസാരിച്ചു. ഹിന്ദുക്കളെ അടിച്ചു ഒട്ടിക്കുക എന്നുള്ള ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ പാകിസ്ഥാന്റെ അതുപോലെ ചൈനയുടെ ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം ഭാരതത്തിന് അസ്ഥിരപ്പെടുത്തുക ലക്ഷ്യം. അതിന് പേരിലാണ് അവിടുത്തെ ഹിന്ദുക്കളെ മൃഗീയമായ രീതിയിൽ കൊല ചെയ്തത്. ആ ഹിന്ദുക്കളെ തകർക്കുക എന്ന ഏക ലക്ഷ്യം വെച്ചുള്ള ഈ ശ്രമത്തിനെതിരെ ഹിന്ദു സംഘടനകൾ അതിശക്തമായി പ്രതികരിക്കും. ഇത്തരം പ്രവർത്തികൾക്ക് കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന ഇടതുകാരും വലതുകാരും അതുപോലത്തെ സാംസ്കാരിക നായന്മാരും ഇതിന് മറുപടി പറയേണ്ട ഒരു സമയത്തെന്നുള്ള തീർച്ചയാണ്. ഈ അവസരത്തില് ഈ പ്രതിഷേധ അഗ്നി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇത് നമ്മുടെ തുടക്കം മാത്രമാണെന്നും ഇത്തരം പ്രവർത്തികൾക്കെതിരെ അതിശക്തമായ രീതിയിൽ നമ്മൾ പ്രതികരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒറ്റ കാര്യം മാത്രമേ ഈ അവസരത്തിൽ നമ്മളോട് പറയാനുള്ളൂ. അത് ഇനി കരുതിയിരിക്കേണ്ടത് നമ്മളാണ് എന്നുള്ള വസ്തുതയാണ്. കാരണം സൽമാൻ ഖുർഷിദ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ബംഗ്ലാദേശിൽ എന്താണോ നടക്കുന്നത് അതാണ് ഇനി ഭാരതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് കുറെ നാളുകൾ മുൻപ് തന്നെ ആരംഭിച്ചിട്ടുള്ളതും കണ്ടു കഴിഞ്ഞു. അരിയും മലരും വാങ്ങിവെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിവെച്ചോളൂ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ആരെയും ഭയക്കാതെ ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ നിയമ സംവിധാനവും തങ്ങൾക്ക് പുല്ലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയും ഈ നാട്ടിലെ ഏറ്റവും വലിയ സമുദായത്തിനെ കൊന്നുതള്ളാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല എന്ന് പരസ്യമായിട്ട് സമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ജാഥകൾ നടത്തുന്നത് അതിന്റെ ആരംഭമാണ് എന്ന് നമ്മൾ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നടക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇത് അഫ്ഗാനിസ്ഥാനല്ല, ഇത് പാകിസ്ഥാനല്ല, ഇത് ബംഗ്ലാദേശ് അല്ല, ഇത് ഭാരതമാണ്. ഇത് ഭാരതമാണ്. സനാതന ധർമ്മത്തിന്റെ അലയൊലികൾ 5000-ലധികം വർഷത്തിന്റെ പാരമ്പര്യവുമായിട്ട് സനാതന ധർമ്മത്തിന്റെ അലയൊലികളും മുഴങ്ങുന്ന നെഞ്ചോട് ചേർത്ത് സ്വന്തം സംസ്കാരത്തിനെയും പാരമ്പര്യത്തിനെയും കാത്തുസൂക്ഷിക്കുന്ന ഭാരതത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ നാട്ടിലെ ഹിന്ദുക്കളെ അങ്ങ് തീർത്തു കളയുമെന്ന് ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞാൽ ഇവിടെ ചങ്കൂറ്റത്തോടുകൂടി തന്റെടത്തോടുകൂടി നേരിടാൻ ഞങ്ങളുണ്ട്. ഈ നാട്ടിലെ ഹിന്ദു പ്രവർത്തകരുണ്ട്, സംഘടനകളുണ്ട്. ഞങ്ങളുടെ ശ്വാസം അവസാനിക്കുന്നിടത്തോളം ഞങ്ങളുടെ കൊക്കിൽ ഒരു ജീവന്റെ ശക്തി അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇത് ഭാരതമായിട്ട് തുടരും, ഇത് ഭാരതമായിട്ട് തന്നെ നിലനിൽക്കും. ഇതിനെ ഒരു ബംഗ്ലാദേശാക്കാൻ പാകിസ്ഥാനാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അതങ്ങ് വാങ്ങിവെച്ചാൽ മതി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഹിന്ദു ശക്തി അത് ഒരുമിച്ച് നിൽക്കുക തന്നെ ചെയ്യും. നടക്കുന്ന സംഭവ വികാസങ്ങൾ നോക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ഏതുവിധമായ സ്ഥാപനങ്ങൾക്കോ വാഹനങ്ങൾക്കോ ഏതുവിധ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് അവിടെ അക്രമം നടത്തിയതെല്ലാം ഹിന്ദു സമൂഹത്തിന് നേരെയാണെന്ന് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെ ഗവൺമെന്റിന്റെ വിഷയം ഉണ്ടാക്കിക്കൊണ്ട് ഇത് വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് കുറച്ച് നാളുകളായി പ്ലാൻ ചെയ്തുകൊണ്ട് നടപ്പാക്കിയ വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെ രംഗത്തിറക്കിക്കൊണ്ട് ചെയ്ത ഹിന്ദു നേരെയുള്ള കൂട്ടക്കുരുതിയാണ് നമുക്ക് കാണാൻ സാധിക്കും. രാമൻ
വനവാസത്തിലേക്ക് പോയത് ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ബംഗ്ലാദേശ് സംരക്ഷിക്കേണ്ടി വന്നാൽ ഇന്ന് പോകാൻ കഴിയുന്ന രാമന്മാരുടെ ഭരണം ഇന്ന് ഈ നാട്ടിലുണ്ട് എന്ന് മറക്കണ്ട എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി അവസരം ഉപയോഗിക്കുക.